പുരുഷന്മാരുടെ ചില വിചിത്രമായ സ്വയംഭോഗ ശൈലികളെപ്പറ്റിയും അത് അവരുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയുമൊക്കെ വിവോക്സിൽ പലതവണ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ വിചിത്രമെന്ന് തോന്നിച്ചേക്കാവുന്ന, എന്നാൽ ആരും തന്നെ സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒന്നാണ് പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ലൈംഗിക ചിന്തകൾ. അപ്പോൾ ഈ വിചിത്രമായ ലൈംഗിക ചിന്തകളെ പറ്റിയും അതെന്തുകൊണ്ടാണ് ചില പുരുഷന്മാരിൽ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വിഷയത്തിൽ നിന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്ത സെക്സോളജിസ്റ്റും റെസ്റ്റോറേറ്റീവ് സെക്ഷൽ ഹെൽത്ത് ക്ലിനിക്കിന്റെ സ്ഥാപകയും ദ പീനിസ് പ്രോജക്റ്റ് എന്നു പേരുള്ള പോഡ്കാസ്റ്റിന്റെ സഹസ്ഥാപകയുമായ മെലീസ ഹെഡ്ലി ബാരറ്റ് ആണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. കുറച്ചുനാൾ മുമ്പ് എന്നെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഒരു 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാണാൻ വരികയുണ്ടായി. തൻ്റെ ബാല്യകാലം മുതൽ തന്നെ സ്വയംഭോഗം ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ലൈംഗിക ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം. സമൂഹത്തിൽ വളരെ മാന്യവും ബഹുമാനമർഹിക്കുന്ന ഒരു ജോലിയുമൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് താൻ സ്വയംഭോഗം ചെയ്യുമ്പോഴും പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ വളരെ വിചിത്രമായ ഒരു ലൈംഗിക ചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നത് കാരണം താൻ വളരെയധികം നാണക്കേടും കുറ്റബോധവും അപകർഷതാബോധവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അടുക്കൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിഷമം ഇതായിരുന്നു, താൻ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴും സ്വയംഭോഗം ചെയ്യുമ്പോഴുമൊക്കെ മനസ്സുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് മാറും. കാരണം എങ്കിൽ മാത്രമേ തനിക്ക് ആ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. സമൂഹത്തിൽ ഒരു പുരുഷനായിട്ടും 2 കുട്ടികളുടെ അച്ഛനായിട്ടും പൗരുഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുമൊക്കെ ജീവിക്കുന്ന തനിക്ക് എന്തുകൊണ്ടാണ് പങ്കാളിയുമായിട്ട് പോലും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ഒരു വിചിത്രമായ ഒരു ചിന്ത തൻ്റെ മനസ്സിനെ വിട്ട് മാറാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമവും പരാതിയുമൊക്കെ. പല പുരുഷന്മാരെ പോലെയും സിഗരറ്റ് വലിയോ കള്ളുകുടിയോ പോലെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത തനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിചിത്രമായ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. കേൾക്കുമ്പോൾ വളരെ വിചിത്രം എന്ന് തോന്നിച്ചേക്കാവുന്ന ലൈംഗിക ചിന്തകൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ സാധാരണമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ 45 വയസ്സുകാരൻ എന്നോട് പങ്കുവെച്ച അതേ ലൈംഗിക ചിന്ത തന്നെ ലക്ഷക്കണക്കിന് പുരുഷന്മാർക്കുണ്ട് എന്നാണ് 2011 പബ്ലിഷ് ചെയ്ത ഒരു പഠനം വ്യക്തമാക്കുന്നത്. ഓട്ടോഗൈനഫീലിയ എന്നായിരുന്നു ഇതിനെ ആ പഠനം വിശേഷിപ്പിച്ചത്. അതായത് സെക്ഷൽ അറോസൽ ഫ്രം ദ തോട്ട് ഓഫ് വൺ സെൽഫ് ആസ് എ വുമൺ. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം ഏകദേശം 3% പുരുഷന്മാർക്കിടയിൽ ഉണ്ട് എന്നാണ് ആ പഠനം കണ്ടെത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഇത് ലോകത്ത് തങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത്? നമ്മൾ ആരും തന്നെ നമ്മുടെ സ്വകാര്യ ലൈംഗിക ചിന്തകൾ നമ്മളുടെ പങ്കാളിയുമായിട്ട് പോലും പലപ്പോഴും പങ്കുവയ്ക്കാറില്ല. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ എങ്ങനെ കാണും, എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുമൊക്കെയുള്ള ഒരു ഭയം തന്നെയാണ് പ്രധാന കാരണം. പല വിചിത്രമായ ലൈംഗിക ചിന്തകളും എന്നെ കാണാൻ വന്ന ആ 45 വയസ്സുകാരൻ പറഞ്ഞതുപോലെ അത് അവരുടെ മനസ്സിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും മാറാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ലൈംഗിക താല്പര്യങ്ങൾ പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഒരു ലൈംഗിക താല്പര്യമാണ് ഈ ലൂണർ അഥവാ ബലൂൺ ഫെറ്റിഷ് എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ശരീര രോഗങ്ങളാണ്. സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ചികിത്സിക്കുന്നത് മാനസിക രോഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകൾ ഒന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഈ ലൂണർ അഥവാ ബലൂൺ ഫെറ്റിഷ് എന്ന് പറയുന്നത്? പേര് പോലെ തന്നെ ഈ ബലൂൺ ഫെറ്റിഷ് ഉള്ള വ്യക്തികൾക്ക് സ്വയംഭോഗം ചെയ്യുന്ന സമയത്തും സെക്സിൽ ഏർപ്പെടുന്ന സമയത്തുമൊക്കെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അവരുടെ അടുത്ത് വേണം. കാരണം ആ ലൈംഗിക പ്രവൃത്തിക്കിടയിൽ അവർക്ക് ആ ബലൂൺ സ്പർശിക്കുകയും ഒരു രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കേണ്ടത് ആവശ്യമായിട്ട് വരികയും ഒക്കെ ചെയ്യും. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഓട്ടോഗൈനഫീലിയ എന്ന് പറയുന്ന ലൈംഗിക താല്പര്യം ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലൈംഗിക താല്പര്യമാണെങ്കിൽ ഈ ബലൂൺ ഫെറ്റിഷ് എന്ന് പറയുന്നത് പലപ്പോഴും പങ്കാളികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബലൂൺ ഫെറ്റിഷ് എന്ന് പറയുന്ന പ്രശ്നവുമായിട്ട് മെലീസയുടെ അടുക്കൽ ചെന്ന ഒരു ദമ്പതികളുടെ കഥ അവരെന്നോട് പറയുകയുണ്ടായി. ഒരു വീർപ്പിച്ച ബലൂൺ ബെഡിന്
വീടിനരികിലില്ലാതെ സെക്സിൽ ഏർപ്പെടാനോ ഒരു രതിമൂർച്ചയിലെത്താനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ പുരുഷ പങ്കാളിയുടേത്. ആ ദമ്പതികൾ അവരുടെ ബന്ധം തുടങ്ങിയ ആദ്യ നാളുകളിൽ തൻ്റെ പങ്കാളിയുടെ വിചിത്രമായ ലൈംഗിക താല്പര്യത്തിൽ ആ സ്ത്രീക്ക് ഒരു കൗതുകം മാത്രമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് ആ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയുമില്ല. എന്നാൽ കാലക്രമേണ തൻ്റെ പങ്കാളിക്ക് ബെഡ്റൂമിനുള്ളിൽ തന്നേക്കാളേറെ താല്പര്യം വീർപ്പിച്ച ബലൂണിനോടാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോഴേക്കും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു. ഈ ബലൂൺ ഫെറ്റിഷിനെ പറ്റി താനും അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് എന്നാണ് മെലീസ എന്നോട് പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലുള്ള ഒരു ലൈംഗിക താല്പര്യമാണ് എന്നും ഈ ലൈംഗിക താല്പര്യം ചിത്രീകരിക്കുന്ന ലൂണർ പോൺ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പോൺ കാറ്റഗറി തന്നെ ഉണ്ട് എന്നുമൊക്കെയുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബർത്ത്ഡേ പാർട്ടിക്കും ഉത്സവ പറമ്പിലും ഒക്കെ പോകുമ്പോൾ ബലൂൺ കാണുമ്പോൾ ലൈംഗിക താല്പര്യവും ലൈംഗിക ഉത്തേജനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിചിത്രമായ ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ലൈംഗിക താല്പര്യം ഉണരുന്ന കൗമാരപ്രായത്തിന് ഇതിൽ ഒരു വലിയ പങ്കുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ലൈംഗികതയെ മനസ്സിലാക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ അത് പിന്നീട് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇറോട്ടിക് പാത്വേ തന്നെ സൃഷ്ടിച്ചേക്കാം. കാരണം നിങ്ങൾ എങ്ങനെയാണോ ബാല്യകാലത്ത് ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ പഠിച്ചത് അത് നിങ്ങളുടെ മനസ്സിൽ ഒരേ ദിശയിൽ മാത്രം ഒഴുകുന്ന ഒരു നദി പോലെയുള്ള ഒരു അവസ്ഥ പിന്നീട് സൃഷ്ടിക്കുവാൻ ഇടയാക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികൾ ലൈംഗിക താല്പര്യങ്ങളിലും ചിന്തകളിലുമൊക്കെ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.